പവിത്രം സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡ് റിവ്യൂ ആണ് പറയുന്നത്. വിക്രമും വേദയും ഒപ്പം വിശ്വനും ശ്രീജയടുത്തിയും ചേർന്ന് വിക്രമിന്റെ പഴയ മുറി വൃത്തിയാക്കുന്ന തിരക്കിലായിരുന്നു. പൊടി പിടിച്ച് കിടക്കുന്ന ആ മുറിയിലേക്ക് പുതിയൊരു ജീവൻ നൽകാനുള്ള ശ്രമത്തിലാണ് അവരെല്ലാവരും. അഴുക്കും പൊടിയും നീക്കം ചെയ്ത് ആ മുറി പഴയ പ്രതാപത്തിലേക്ക് തിരികെ കൊണ്ടുവരാൻ അവർ കഠിനമായി അധ്വാനിക്കുന്നു. എന്നാൽ ഈ തിരക്കുകൾക്കിടയിൽ അതൊന്നും തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ എന്ന മട്ടിൽ അഹങ്കാരം മൂത്ത് നേളിച്ചു നിൽക്കുന്ന ഒരാളുണ്ടായിരുന്നു, നന്ദിനി. മറ്റുള്ളവർ വിയർപ്പൊഴുക്കി പണി ചെയ്യുമ്പോൾ നന്ദിനി തൊട്ടടുത്ത് തന്നെ കാലിന്മേൽ കാലും കയറ്റി വെച്ച് വളരെ സുഖമായി ഒരു രാജ്ഞിയെ പോലെ തന്നെ ഇരിക്കുകയാണ്. അവളുടെ ആ ഒരു ഇരിപ്പും ഭാവവും കാണുമ്പോൾ ആർക്കാണെങ്കിലും ദേഷ്യം വരും. പ്രത്യേകിച്ച് വേദക്കത് തീരെ പിടിച്ചില്ല. എല്ലാവരും കഷ്ടപ്പെടുമ്പോൾ നന്ദിനിയെടുത്തി മാത്രം ഇങ്ങനെ മാറി നിൽക്കുന്നത് ശരിയല്ലല്ലോ. വേദയുടെ ഉള്ളിൽ ഒരു ഉപായം തെളിഞ്ഞു. അവൾ നേരെ വിനായകന്റെ അടുത്തേക്ക് നടന്നു. വിനായകന്റെ അടുത്തെത്തിയ വേദ നന്ദിനി വെറുതെ ഇരിക്കുന്ന കാര്യം സൂചിപ്പിച്ചു. നന്ദിനിയെടുത്തി അവിടെ വെറുതെ ഇരിക്കുവാണ്, ഞങ്ങളെ ഒന്ന് സഹായിക്കാൻ ചേട്ടനൊന്ന് പറയണം, വേദ വിനായകനോട് ആവശ്യപ്പെട്ടു. അത് വെറും ഒരു അപേക്ഷയായിരുന്നില്ല, അത് ചെറിയൊരു ഭീഷണിയുടെ സ്വരവും അതിലുണ്ടായിരുന്നു. വിനായകൻ അത് കേട്ടപാടെ നന്ദിനിയെ അടുത്തേക്ക് തിരിഞ്ഞു. നന്ദിനി, നീ എന്താ ഇവിടെ വെറുതെ ഇരിക്കണോ? പോയി അവരെ ഒന്ന് സഹായിക്കുക, വിനായകൻ നന്ദിനിയോട് പറഞ്ഞു. എന്നാൽ നന്ദിനി വിനായകനെ പുച്ഛത്തോടെ ഒന്ന് നോക്കി. എനിക്ക് സൗകര്യമില്ല, എനിക്ക് വയ്യ പണി ചെയ്യാനെന്നും അവൾ തറപ്പിച്ചു പറഞ്ഞു. അത് കേട്ട് വേദ വിനായകനെ ഒന്ന് നോക്കി. ആ നോട്ടത്തിൽ വിനായകന് എന്തോ പന്തികേട് തോന്നി. തൻ്റെ അധികാരം ചോദ്യം ചെയ്യപ്പെടുമോ? ഭാര്യ തന്നെ അനുസരിക്കുന്നില്ല എന്നത് വേദയുടെ മുന്നിൽ തനിക്കൊരു നാണക്കേടാവില്ലേ? വിനായകൻ ശബ്ദം കടുപ്പിച്ചു. എന്താടി ഞാനാ പറയുന്നത്, നീ പോയിട്ട് അവരെ സഹായിക്കണം. നന്ദിനി വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ പോയി ചെയ്തോ, എന്നെ വിളിക്കണ്ട എന്ന് നന്ദിനി വാശിയോടെ പറഞ്ഞു. ഇത്തവണ വേദ ഒന്ന് ചിരിച്ചു. ആ ചിരിയിൽ പരിഹാസമുണ്ടായിരുന്നു. അല്ല, നല്ല അനുസരണയുള്ള ഭാര്യയാണല്ലോ. വേദയുടെ ആ കമന്റ് വിനായകന്റെ ഉള്ളിൽ തീ കോരിയിട്ടു. തൻ്റെ ആണത്തത്തെ വെല്ലുവിളിക്കുന്നത് പോലെ അവന് തോന്നി. ദേഷ്യം ഇരിച്ചു കയറി വിനായകൻ നന്ദിനിക്ക് നേരെ വിരൽ ചൂണ്ടി. എടി, നിന്നോടാ പറഞ്ഞത്, പോയി പണി ചെയ്യ്, അവൻ ആക്രോശിച്ചു. എനിക്ക് അതിൻ്റെ ആവശ്യമില്ല, ഇവിടെ പണി ചെയ്യാൻ ഇഷ്ടംപോലെ ആൾക്കാരുണ്ടല്ലോ, ഇനിയിപ്പോൾ ഞാനും കൂടി ജോലി ചെയ്യുന്നതിൻ്റെ കുറവേ ഉള്ളൂ, നന്ദിനി വീണ്ടും എതിർത്തുകൊണ്ട് പറഞ്ഞു. പിന്നെ അവിടെ നടന്നത് നിമിഷ നേരം കൊണ്ടായിരുന്നു. വിനായകന്റെ നിയന്ത്രണം വിട്ടു. അവൻ്റെ കൈ വായുവിലുയർന്നു. ടപേ എന്നൊരു ശബ്ദത്തോടെ നന്ദിനിയുടെ കവിളിൽ അത് പതിഞ്ഞു. ആ അടിയിൽ നന്ദിനി ഞെട്ടിത്തരിച്ചു പോയി. അവൾ അവിശ്വസനീയതയോടെ വിനായകനെ നോക്കി. പറഞ്ഞ അനുസരിക്കില്ലേടി, അവരെ പോയി സഹായിക്കാനല്ലേ പറഞ്ഞത്? വിനായകൻ ഗർജിച്ചു. വേദയുടെ മുഖത്ത് ഒരു വിജയച്ചിരി ഉണർന്നു. നന്ദിനിയും ആ ചിരി കണ്ടു. അപമാനവും ദേഷ്യം കൊണ്ട് അവളുടെ കണ്ണുകളെല്ലാം നിറഞ്ഞിരുന്നു. ഇവളുടെ വാക്ക് കേട്ടിട്ടാണല്ലേ നിങ്ങൾ എന്നെ തല്ലിയത്, ഇതിനുള്ള മറുപടിയൊക്കെ ഞാൻ തരുന്നുണ്ട്. നന്ദിനി സങ്കടപ്പെട്ട് വേദയെ നോക്കിയിട്ട് പറഞ്ഞിട്ട്, നീ അധികം ഇങ്ങനെ ചിരിക്കേണ്ടടി, നിനക്കുള്ള പണി ഞാൻ വെച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞ് വിളിച്ചുകൊണ്ട് തന്നെ അപമാനഭാരത്താൽ തല കുനിച്ച്. എന്നാൽ ഉള്ളിൽ പകയോടുകൂടെ തന്നെ നന്ദിനി അവിടെ നിന്നും എഴുന്നേറ്റു. വിനായകന്റെ അടി പേടിച്ച് നന്ദിനി ഒടുവിൽ പണി ചെയ്യാൻ തയ്യാറായി. പക്ഷേ അവളുടെ ഉള്ളിലെ കളി അടങ്ങിയിരുന്നില്ല. മുറി വൃത്തിയാക്കുന്നതിനിടയിൽ തറ കഴുകുന്ന വെള്ളം മറ്റുള്ളവരുടെ ദേഹത്തേക്ക് തെറിപ്പിക്കാൻ അവൾ ശ്രമിച്ചു. വിക്രമും ശ്രീജയും വിശ്വനുമൊക്കെ തെന്നിമാറി അവളുടെ ആക്രമണത്തിൽ നിന്നും രക്ഷപ്പെട്ടു. നന്ദിനിയുടെ ഈ ഒരു കോമാളിത്തരം കണ്ട് വേദയും വിക്രമും പരസ്പരം നോക്കി ചിരിച്ചു. ശ്രീജയും വിശ്വനും ഒന്നും മിണ്ടാതെ മാറി നിന്നു. ഫലത്തിൽ മറ്റുള്ളവർ ചെയ്യേണ്ടിയിരുന്ന ഏറ്റവും കഠിനമായ ജോലികൾ, തറ തുടക്കലും വൃത്തിയാക്കലും എല്ലാം നന്ദിനിയെ കൊണ്ട് തന്നെ ചെയ്യിക്കാനാണ് അത് വഴിവെച്ചത്. മറ്റുള്ളവർക്ക് പണി കൊടുക്കാൻ നോക്കി ഒടുവിൽ 8ന്റെ പണി കിട്ടിയ അവസ്ഥയിലായിരുന്നു നന്ദിനി. ക്ഷീണിച്ചവശയായി നടു നിവർത്താൻ പോലും വയ്യാതെ നന്ദിനി ഒടുവിൽ തളർന്നിരുന്നു. അപ്പോഴാണ് വിനായകൻ അങ്ങോട്ടേക്ക് വരുന്നത്. നന്ദിനി അവനെ കലിപ്പിൽ നോക്കി. നിങ്ങൾ ആ വേദയുടെ വാക്കും കേട്ട് എന്നെ കൊണ്ട് അടിമപ്പണി ചെയ്യിപ്പിച്ചു അല്ലേ? ഇത് ഞാൻ മറക്കില്ല, അവൾ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ വിനായകൻ ഇത്തവണ ദേഷ്യത്തിലല്ലായിരുന്നു. അവൻ പതിയെ അവളുടെ അടുത്തേക്ക് ചെന്നു. ഞാൻ പറഞ്ഞത് നീ അനുസരിക്കാത്തത് കൊണ്ടല്ലേ എനിക്കങ്ങനെ നിന്നെ അടിക്കേണ്ടി വന്നത്? വേദയുടെ മുന്നിൽ വെച്ച് നീ എന്നെ എതിർത്ത് സംസാരിച്ചില്ലേ? അതാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ദേഷ്യം വന്നത്. സാരമില്ല, ക്ഷീണമുണ്ടെങ്കിൽ ഞാൻ തടവിത്തരാം, അവൻ അവളെ സോപ്പിടാൻ നോക്കിക്കൊണ്ട് പറഞ്ഞു. പക്ഷേ നന്ദിനി വഴങ്ങിയില്ല. വേണ്ട, നിങ്ങൾ സോപ്പിടൊന്നും വേണ്ട, എൻ്റെ ജീവൻ എടുക്കാനായി ഈ നശിച്ചവൾ വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് തന്നെ പോയാൽ മതിയായിരുന്നു. അവൾ മുഖം വെട്ടിച്ചു. വിനായകൻ പോയ ശേഷം നന്ദിനി വേദയെ നോക്കി മനസ്സിൽ പറഞ്ഞു. എടി വേദേ, നീ അധിക നാൾ ഈ വീട്ടിൽ രാജ്ഞിയായിട്ടൊന്നും വാഴില്ല. എല്ലാവരുടെയും കണ്ണിലുണ്ണിയായി നീ ഇവിടെ ഇനി അധികമൊന്നും തുടരില്ല. നിന്നെ താഴേക്കെറിയാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമെന്നിങ്ങനെ ദേഷ്യത്തോടെ മനസ്സിൽ ചിന്തിക്കാട്ടോ നന്ദിനി. അങ്ങനെ വിക്രമും വേദയും സഹോദരങ്ങളും ചേർന്ന് ആ പഴയ മുറി മിനുക്കിയെടുത്തു. കട്ടിലുകൾ മാറ്റിയിട്ടു. ചുമരുകളെല്ലാം വൃത്തിയാക്കി. ആ മുറി കാണുമ്പോൾ കമലത്തിനും സുധാകരൻ മാഷിനുമുണ്ടായ സന്തോഷം പറഞ്ഞറിയിക്കാൻ വയ്യ. മക്കളെല്ലാവരും ഒത്തൊരുമയോടെ ഒരു കാര്യം ചെയ്യുന്നത് കാണുമ്പോൾ മാതാപിതാക്കളുടെ മനസ്സ് നിറയുന്നത് സ്വാഭാവികമാണ്. അവരുടെ മനസ്സിൽ കുളിർമഴ പെയ്യുന്നത് പോലെ തോന്നി. വിക്രം പഴയതുപോലെ ജീവിതത്തിലേക്ക് തിരിച്ചു വരണമെന്നും ഈ കുടുംബങ്ങൾ ഇങ്ങനെ എന്നും നിലനിൽക്കണമെന്നും അവർ ആഗ്രഹിച്ചു. വിക്രമിനും വലിയ മാറ്റങ്ങൾ തന്നെ വന്നിരുന്നു.
അവനും ആകെ സന്തോഷവാനായി തന്നെ കാണപ്പെട്ടു. തന്നോടുള്ള വീട്ടുകാരുടെ മനോഭാവത്തിൽ വന്ന മാറ്റം അവൻ തിരിച്ചറിയുന്നുണ്ടായിരുന്നു. എന്നാൽ ഈ സന്തോഷങ്ങൾ അധിക നാൾ നീണ്ടു നിൽക്കരുത് എന്ന് ആഗ്രഹിക്കുന്ന ചിലരുണ്ട്. ശ്രീകാന്തും വിനായകനും അവർ ഒട്ടും തന്നെ സന്തോഷത്തിലല്ല. വിക്രം പഴയ നിലയിലേക്ക് മടങ്ങി വരുന്നത് അവർക്ക് ഭീഷണിയാണ്. അതുകൊണ്ട് അവർ പുതിയൊരു ആസൂത്രണം ചെയ്തു. വിക്രമിനെ എന്നേക്കുമായിട്ട് ഇല്ലാതാക്കുക. അതിനായി അവർ അഭിലാഷിനെ ഏർപ്പാടാക്കി. വിക്രമിനെ കൈകാര്യം ചെയ്യാൻ തക്കം പാർത്ത് അഭിലാഷ് പാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. വൈകുന്നേരം വേദ വിക്രമിനോടൊരാഗ്രഹം പറഞ്ഞു. നമുക്കിന്ന് അമ്പലത്തിൽ പോവണം. വേഗം പോയി കുളിച്ചിട്ട് റെഡിയായിട്ട് വായോ. ഇത് കേട്ടപ്പോൾ വിക്രമിന് വല്ലാത്ത സന്തോഷം തോന്നി. പണ്ടെപ്പോഴോ നഷ്ടപ്പെട്ട സമാധാനവും സന്തോഷമൊക്കെ തിരികെ കിട്ടുന്നത് പോലെ വേദയോടൊപ്പം സമയം ചിലവഴിക്കാൻ അവനും ആഗ്രഹിക്കുന്നുണ്ടായിരുന്നു. വിക്രം വേഗം റെഡിയായി വന്നു. വേദ സുന്ദരിയായി ഒരുങ്ങി. അവർ രണ്ടുപേരും കൂടി ബൈക്കിൽ ക്ഷേത്രത്തിലേക്ക് പോവാനിറങ്ങി. ഈ ഒരു കാഴ്ച കണ്ട് കമലമ്മയുടെയും സുധാകരൻ മാഷിൻ്റെയും മനസ്സ് സന്തോഷം കൊണ്ട് നിറഞ്ഞു. എന്നാൽ നന്ദിനി അസൂയയോടെ തന്നെ ഇതെല്ലാം നോക്കി നിന്നു. ബൈക്ക് യാത്രക്കിടയിൽ തന്നെ മനോഹരമായൊരു നിമിഷമുണ്ടായി. ബൈക്കിൽ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്തന്നെ ബൈക്കിന്റെ കണ്ണാടിയിലൂടെ വേദ വിക്രമിനെ തന്നെ നോക്കുകയായിരുന്നു. വിക്രമിന്റെ മുഖം ആ കണ്ണാടിയിൽ തെളിയുന്നത് കണ്ട് അവൾ പുഞ്ചിരിച്ചു. വിക്രമും അത് ശ്രദ്ധിച്ചിരുന്നു. അവരുടെ കണ്ണുകൾ കണ്ണാടിയിലൂടെ ഉടക്കി. പരസ്പരം നോക്കി ചിരിക്കുന്നതിനിടയിൽ വേദ കുസൃതിയോടെ പറഞ്ഞു, അതെ, കണ്ണാടിയിലൂടെ എൻ്റെ മുഖം നോക്കാതെ റോഡിലേക്ക് നോക്കി വണ്ടി ഓടിക്ക്, ഇല്ലെങ്കിൽ നമ്മൾ രണ്ടുപേരും എവിടെയെങ്കിലും പോയി വീഴും. ഇത് കേട്ട് വിക്രം പൊട്ടിച്ചിരിച്ചു. ആ ചിരിയിൽ ഒരുപാട് നാളത്തെ ഭാരങ്ങൾ അലിഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ക്ഷേത്രത്തിലെത്തി അവർ പ്രാർത്ഥിച്ചു. ഇരുവരും കൈകൂപ്പി ഭഗവാന്റെ മുന്നിൽ നിന്നു. വിക്രമിന്റെ മനസ്സിലെ പ്രാർത്ഥന വേദയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു. വേദയുടെ മനസ്സിലെ പ്രാർത്ഥന വിക്രമിന് വേണ്ടിയിട്ടു. വിക്രമിന്റെ ജീവന് ഒരാപത്ത് പോലും വരുത്തരുതേ എന്നും പഴയ ജീവിതത്തിലേക്ക് അദ്ദേഹം തിരിച്ചു വരണേ എന്നും വേദ ഉള്ളൊരുകിക്കൊണ്ട് പ്രാർത്ഥിച്ചു. വിക്രമിന്റെ മനസ്സിലും പുതിയൊരു ആഗ്രഹം മുള പൊട്ടിയിരുന്നു. വേദയോടൊപ്പം ഈ സന്തോഷം ഒരിക്കലും കെട്ടുപോകരുത്. അവളുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കണമെന്ന ആഗ്രഹം. പ്രസാദം വാങ്ങി വേദ വിക്രമിന്റെ നെറ്റിയിൽ തൊട്ടുകൊടുത്തു. എത്ര അനുസരണയോടെയും സ്നേഹത്തോടെയുമാണ് വിക്രം അത് സ്വീകരിച്ചത്. വേദ അവനെ ആദരവോടെ നോക്കി. ക്ഷേത്രത്തിൽ നിന്നും മടങ്ങി വരുന്ന വഴി ക്ഷേത്രത്തിന്റെ വലിയൊരു അരയാലിൻ ചുവട്ടിൽ അവർ അല്പനേരം ഇരുന്നു. വേദ വിക്രമിനോട് ചോദിച്ചു, നമ്മുടെ വീട്ടിൽ നിങ്ങളുടെ കുട്ടിക്കാലത്തെ പോലെ പഴയ പ്രതാപങ്ങൾക്ക് തിരികെ വരണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമില്ലേ? വിക്രം പെട്ടെന്ന് വേദയെ നോക്കി. അവന്റെ കണ്ണുകളിൽ നൊമ്പരം നേളിച്ചു. ആഗ്രഹം ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്നാണ് ഇപ്പോഴത്തെ എൻ്റെ അവസ്ഥ. ജീവിതം എന്നെ പല വഴികളിലൂടെയും നടത്തിച്ചു. ഇപ്പോൾ ഞാൻ ഇവിടെ എത്തി നിൽക്കുന്നു. ഇനി എങ്ങോട്ടേക്കാണെന്നും എനിക്കറിയില്ല. വേദ അവന് ധൈര്യം നൽകിക്കൊണ്ട് പറഞ്ഞു. ആ ജീവിതം ഇപ്പോഴും ബാക്കി കിടപ്പുണ്ട്. ആ കുട്ടിക്കാലവും ഓർമ്മകളും സന്തോഷങ്ങളും എല്ലാം നിനക്ക് തിരിച്ചു പിടിക്കാം. അതിലേക്ക് തിരികെ വരാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? വിക്രം മനസ്സ് തുറന്നു. നീ പറഞ്ഞത് ശരിയാണ്. അങ്ങനെ ഒരു വീടായിരുന്നു ഞങ്ങളുടേത്. സന്തോഷവും കളിയും ചിരിയും ഒക്കെ നിറഞ്ഞത്. വേദ ഇടയ്ക്ക് കയറി പറഞ്ഞു. അങ്ങനെയുള്ള ആ വീട് നിങ്ങൾക്ക് നഷ്ടപ്പെടുത്താനാവുമോ? ജപ്തിയുടെ വക്കിലാണ് ആ വീട്. ഏത് നിമിഷവും അത് കൈവിട്ടു പോയേക്കാം. അത് തിരിച്ചു പിടിക്കേണ്ടേ നമുക്ക്? വേണം. ആ വീട് നഷ്ടപ്പെടാൻ പാടില്ല. വിക്രം ഉറച്ച ശബ്ദത്തിൽ തന്നെ പറഞ്ഞു. എല്ലാ പ്രശ്നങ്ങളും അവസാനിക്കണം. ഈ മണ്ഡലകാലം അതിനൊരു നിമിത്തമാവണം. എല്ലാ മോശം കൂട്ടുകെട്ടുകളെയും നിങ്ങൾ അവസാനിപ്പിക്കണം. ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. പഴയ വിക്രമാക്കി അച്ഛൻ്റെയും അമ്മയുടെയും കൈകളിലേക്ക് ഞാൻ എനിക്ക് തിരികെ നൽകണം. അതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹമെന്ന് വേദ പറയും. അന്നേരം വിക്രം ചിരിച്ചുകൊണ്ട് വേദയുടെ മുഖത്തേക്ക് നോക്കി. ഞാൻ എൻ്റെ ഒരു അനുഭവം പറയട്ടെ. എപ്പോഴൊക്കെയോ ഞാൻ നിന്നെ വെറുക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ അപ്പോഴൊക്കെ നീ എൻ്റെ ജീവിതത്തോട് കൂടുതൽ അടുക്കാൻ ശ്രമിച്ചിട്ടേ ഉള്ളൂ. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും വിലമതിക്കുന്നത് എൻ്റെ അച്ഛനെയും അമ്മയെയും കൂടപ്പിറപ്പുകളെയാണ്. അവർക്കൊരിക്കലും സന്തോഷം കൊടുക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. ഇപ്പോൾ നിനക്കും ഞാൻ സങ്കടങ്ങൾ മാത്രമേ നൽകിയിട്ടുള്ളൂ. വേദ അവനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു. ഇനി അങ്ങോട്ടേക്ക് അതൊക്കെ മാറാൻ പോവാണ്. നമുക്കെല്ലാം തിരിച്ചു പിടിക്കണം വിക്രം. വിക്രമിൻ്റെ മനസ്സിൽ മാറ്റത്തിൻ്റെ കാറ്റ് വീശുകയായിരുന്നു. ഇത്രയും നാളുമില്ലാത്ത പുതിയൊരു ജീവിതം കെട്ടിപ്പടുക്കാനുള്ള ആഗ്രഹം അവനിൽ ശക്തമായി. അപ്പോൾ വേദ ഒരു കുസൃതി ചോദ്യം ചോദിച്ചു. ഞാനൊരു ചോദ്യം ചോദിക്കാം, സത്യം പറയണം. നിങ്ങളിപ്പോൾ മാല ഇട്ടിരിക്കുകയാണ്, സ്വാമിയാണ്. അതുകൊണ്ട് കള്ളം പറയാൻ പാടില്ല. നിങ്ങൾക്ക് എന്നോട് പണ്ടത്തെ പോലെ ആ ദേഷ്യവും ഞാനൊരു ശല്യമാണെന്ന് തോന്നലും ഇപ്പോഴുമുണ്ടോ? അതോ എന്നെക്കുറിച്ചുള്ള മനോഭാവങ്ങളിൽ എന്തെങ്കിലും മാറ്റം വന്നോ? വിക്രം കുറച്ചുനേരം മൗനമായിരുന്നു. വേദ ആകാംക്ഷയോടെ അവനെ നോക്കി. ഒടുവിൽ വിക്രം പറഞ്ഞു, എനിക്കിപ്പോൾ നിന്നോട് എനിക്കറിയാത്ത ഒരിഷ്ടം തോന്നുന്നുണ്ട്. അത് എന്താണെന്നൊന്നും എനിക്കറിയില്ല. സത്യത്തിൽ നിന്നോട് ദേഷ്യവും വെറുപ്പും അന്നും ഇന്നും എനിക്ക് തോന്നിയിട്ടില്ല. എനിക്ക് എന്നോട് തന്നെയായിരുന്നു ദേഷ്യം. നിന്നെ ഒരിക്കൽ പോലും ഞാൻ വെറുത്തിട്ടില്ല വേദ. വിക്രമിന്റെ ആ ഒരു വാക്ക് കേട്ടപ്പോൾ വേദേന്റെ മുഖം ചുവന്നു തൊടുത്തു. സന്തോഷം കൊണ്ട് അവളുടെ കണ്ണുകളെല്ലാം തിളങ്ങി. അവൾ വിക്രമിനെ നോക്കി ചിരിച്ചു. അവരുടെ ഇടയിൽ പ്രണയത്തിന്റെ ഒരു പുതിയ പാലം പണിയപ്പെടുകയായിരുന്നു. സന്തോഷത്തോടെ പരസ്പരം മനസ്സിലാക്കിയ സംതൃപ്തിയോടെ അവർ വീട്ടിലേക്ക് മടങ്ങുകയായിരുന്നു.
എന്നാൽ വിധിയുടെ ക്രൂരത അവരെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ശ്രീകാന്തിന്റെ കാറ് അവരുടെ ബൈക്കിന് കുറുകെ കൊണ്ടു നിർത്തി. വഴി തടസ്സപ്പെട്ടു. വിക്രമും വേദയും അമ്പരപ്പോടെ നോക്കി. കാറിൽ നിന്നും ഇറങ്ങി വന്നത് അഭിലാഷും മറ്റൊരു ഗുണ്ടയുമാണ്. അവരുടെ കൈകളിൽ ആയുധങ്ങളുണ്ട്. വിക്രമിനെ ആക്രമിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അവരുടെ വരവ്. പെട്ടെന്നുണ്ടായ ആ ആക്രമണത്തിന്റെ ഭീഷണിയിൽ വേദ ഭയന്ന് വിറച്ചു. വിക്രം ജാഗ്രതയോടെ വേദയെ സംരക്ഷിക്കാനെന്ന വണ്ണം മുന്നിലേക്ക് നോക്കി നിന്നു. സന്തോഷത്തിന്റെ നിമിഷങ്ങൾ പെട്ടെന്ന് തന്നെ ഭീതിയുടെ മുൾമുനയിലേക്ക് അവർ എടുത്തെറിഞ്ഞപ്പെട്ടു. ഒട്ടും പ്രതീക്ഷിക്കാതെയായിരുന്നു ഗുണ്ടകളുടെ ആ ഒരു വരവ്. വിക്രം ഗുണ്ടകളുടെ നേരിടുമോ? വേദയ്ക്ക് ഇനി എന്ത് സംഭവിക്കും? ശ്രീകാന്തിന്റെ ചതി ഇനി എങ്ങനെ അവർ മറികടക്കും എന്നൊക്കെ ഇനി നെക്സ്റ്റ് എപ്പിസോഡിൽ നമുക്ക് കാത്തിരുന്ന് കാണാട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു ചാനൽ ഇഷ്ടമാവുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കല്ലേ.